അപ്പോൾ നമ്മൾ ഡി വി ചാർജ് ചെയ്തിട്ടോ. ചാർജ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഓണാക്കി ഫുള്ള് ചെക്ക് ചെയ്യണം. ഇപ്പോൾ RCCB ഓണാക്കി ട്രിപ്പ് ചെയ്ത് വീണ്ടും ട്രിപ്പ് ചെയ്ത് ഇനി ഇതോടെ ട്രിപ്പിങ് നിർത്തിക്കോളണം കേട്ടോ. മേലാൽക്കാരും ട്രിപ്പ് ചെയ്യരുത്. പറയാൻ കാരണം എന്താ വെച്ചാൽ ആരും ഇത് ട്രിപ്പ് ചെയ്യലില്ല. നമ്മൾ ഈ ഓണാക്കുമ്പോൾ ആ ചെക്കിങ്ങിൻ്റെ സമയത്തൊന്ന് RCCB ട്രസ്റ്റ് ബട്ടനെ ഒന്ന് ട്രിപ്പ് ചെയ്യാന്നല്ലാതെ പിന്നീട് ആരും ചെയ്യലില്ല. ഇതുപോലെ മാസത്തിലൊരിക്കലും എത്ര ആൾ ചെയ്യലുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു വീട്ടിലാട്ടോ ഇലക്ട്രിക് വർക്ക് നടക്കേണ്ടുന്ന വയർ വലിയും അതുപോലെ തന്നെ സ്വിച്ച് ഫിറ്റിങ്, DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത വർക്കുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് ബോർഡുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. നമ്മൾ മാസ്കിൻ ടേപ്പ് അടിച്ച് വെച്ചിരുന്നു. അതുപോലെ തന്നെ DB നമ്മൾ അഡാപ്റ്റർ ഇട്ട് ഫുള്ള് ചെയ്താണ്. ഈ കമ്പനി ഷീറ്റും അഡാപ്റ്റർ ഫുള്ള് കയറാത്തതുകൊണ്ട് അഡീഷണൽ നമ്മൾ വേറെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു മെറ്റൽ ബോക്സ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്ത് കിട്ടും. കണ്ട, ഇപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റൽ ബോക്സ് മാസ്കിൻ്റെ പഠിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കമ്പനി തരുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പോളിക്യാബിൻ്റെ വയറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫുള്ള് പോളിക്യാബ് ഗ്രീനാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മെറ്റൽ ബോക്സും പോളിക്യാബ് തന്നെയാണ്. അപ്പോൾ ഫുള്ള് മെറ്റൽ ബോക്സ് ഓപ്പൺ ചെയ്ത് SS ആണെന്നും വിചാരിക്കണം കേട്ടോ. അതിൻ്റെ ഫിനിഷിങ് കൊണ്ട് സാധാ മെറ്റൽ ബോക്സാണ്, സാധാ GIൻ്റെ മെറ്റൽ ബോക്സ് തന്നെയാണ്, SS ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഗുണം ഇതാണ്, സിമെൻ്റ് ആവില്ല. നമ്മൾ മെറ്റൽ ബോക്സിൽ മാസ്കിനെ പഠിച്ചുള്ള ഗുണം തേപ്പ് നടക്കുന്ന സമയത്ത് സിമെൻറ്റ് കാര്യങ്ങളൊന്നും ആകാതെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. നല്ല പക്ക 100% ഉറപ്പ് വരാം. നല്ല ക്ലിയറായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് പണി കുറയാണ് ക്ലീൻ ആക്കണ. പിന്നെ ഒരാൾക്കുള്ള പണി തന്നെ വരും ഇത് ക്ലീൻ ആക്കാനും പറ്റും. അപ്പോൾ ആ ഒരു വർക്ക് തന്നെ നമുക്കവിടെ കിട്ടുകയാണ്. ഒരു 3-4 മാസ്കിൻ ടേപ്പിൻ്റെ പൈസക്ക് ലാഭം നോക്കണ്ട ആരും. അപ്പോൾ എല്ലാവരും ഇപ്പം ചെയ്യണ ഒട്ടുമിക്ക ആളുകളും മാസ്കിൻ ടേപ്പ് അടിച്ചിട്ട് തന്നെ ചെയ്യാറ്. അഥവാ ചെയ്യാത്ത ആളുകളുണ്ടെന്ന് ചെയ്തോളി. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഗുണം വർക്കിൻ്റെ ലാഭം മാത്രമല്ല, ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കൂടി നമുക്ക് അതിൽ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തേക്കുള്ള സർക്യൂട്ടുകളും അളന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DBയിലേക്ക് നമ്മൾ ഫസ്റ്റ് സർക്യൂട്ട്, രണ്ടാമത്തെ സർക്യൂട്ട് എത്തിയിട്ടോ, ഫസ്റ്റ് സർക്യൂട്ട്. അപ്പോൾ ഓരോരോ ഭാഗത്തേക്കുള്ള സർക്യൂട്ടുകളും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയറിങ് ഏകദേശം സർക്യൂട്ട് എത്തുന്നതോടുകൂടി 90% നമ്മൾ വയറിങ് കഴിഞ്ഞു. സർക്യൂട്ട് എത്തുന്നതോട് DBയിൽ സർക്യൂട്ട് എത്തുന്നതോട് 90 ഇല്ലെങ്കിലും ഒരു 80% കഴിഞ്ഞു. പിന്നെ DBയിൽ നമുക്ക് പിന്നെ ഒരു പൈപ്പ് നമ്മൾ സ്പെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ മുകൾക്ക് എന്തായാലും ഒരു റൂമിങ്ങും വരും എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൂമിലേക്കുള്ള സർക്യൂട്ട് സ്പെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ പൈപ്പിലും അത്യാവശ്യം ലൂസിലാണ്. 1-2 സർക്യൂട്ടുകൾ മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല അത്യാവശ്യം വേണ്ട പൈപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അധികം തിക്കില്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ TVക്ക് വേണ്ടിയുള്ള ഒരു പോയിൻ്റാണ്. ഇതിൻ്റെ സ്വിച്ച് നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു മെറ്റൽ ബോക്സിലാണ് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ഒരു 2-3 വയർ വലിച്ചു വന്നപ്പോൾ 2-3 പോയിൻ്റ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വന്ന പോയിൻ്റിന് നമുക്ക് പിന്നെ ഇവിടെ ഒരു മെറ്റൽ ബോക്സ് നമുക്ക് വെട്ടി, ഒരു 670 വെട്ടിയൊക്കെ ഉണ്ട്. അല്ലാതെ അവിടെ നമുക്ക് കൊള്ളുകയും. അപ്പോൾ പിന്നീട് വന്നാട്ടോ, ആദ്യത്തെ നമ്മളെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിയതാണ്. അത് പിന്നെ വന്ന പോയിൻ്റുകളാണ്. അതുകൊണ്ടാണ് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മൾ ഇവിടെ കിച്ചണിലാണിത്. പവർ പ്ലഗ് വേറെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മോട്ടറിന് വേറെ ആയിട്ട് രണ്ട് ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തില്ല. 2 സർക്യൂട്ട് അങ്ങനെ തന്നെ മാറ്റി കൊടുത്താണ്. ഒരു മെറ്റൽ ബോക്സ് വരണ്ടെന്നുള്ള നിലയ്ക്ക് മാക്സിമം പിന്നെ സർക്യൂട്ടുകൾ 2 സർക്യൂട്ടുകൾ 2 ബോക്സിലാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ AC-ൻ്റെതായാലും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. AC-ൻ്റെ പോയിൻറ്റും അതുപോലെ തന്നെ ലൈറ്റ് ലോഡും കൂടി ഒന്നിനും ലിങ്ക് ആകേണ്ടെന്നുള്ള നിലയ്ക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ലൈനുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
എർത്തും ന്യൂട്രൽ ഫേസ്, അതുപോലെ തന്നെ ടു വേക്കുള്ള വരുന്ന ലൈറ്റ് ലോഡ്, ഫാൻ്റെ വയർ, അങ്ങനെയൊക്കെ തന്നെ ഓരോ ടു വേക്കും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ട്യൂബിൻ്റെ കൂടെ പിന്നെ ഫാൻ, മറ്റേ ട്യൂബിൻ്റെ ലൈറ്റ്, അപ്പോൾ രണ്ട് സൈഡിലും മാറ്റി മാറ്റി അതിൻ്റെ ഓരോ ട്യൂബയ്ക്കും അതിൻ്റെ ഒപ്പം തന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എസിൻ്റെ ഔട്ട് നമ്മൾ ഫുള്ള് പുറത്ത് കാട്ടല്ല കേട്ടോ. ആദ്യം അങ്ങനെ ചെയ്യില്ല നമ്മൾ എസിൻ്റെ ഔട്ട്. ഇപ്പോൾ ഇൻഡോർ യൂണിറ്റിൻ്റെ അടുത്ത് എന്തായാലും ഇപ്പോൾ സ്റ്റെബിലൈസറൊന്നും ഇപ്പോൾ ആരും വെക്കലില്ല. അത് പുറത്ത് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ 90% ആളുകൾ വെച്ച് കണ്ടിട്ടുള്ളത്. ഉള്ളിലൊക്കെ ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടേണ്ട വെച്ചിട്ടാവും പുട്ടിയൊക്കെ ഇട്ട് ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് വരുമ്പോഴേ ഒരു പെട്ടീൻ്റെ കൂട്ടത്ത് കൊണ്ടുവയ്ക്കേണ്ടെന്നുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കും അതങ്ങനെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ മഴ ഉള്ളാതെ വെച്ചാൽ സേഫാണ്, അല്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിവിടെ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടോ. ഫോൾട്ട് പറഞ്ഞാൽ ഇതാണിപ്പോൾ സ്ഥിതി. ഒരു മെറ്റൽ ബോക്സാണ് ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചതെന്താ വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഇത് തുറക്കാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ ഇത് തല തിരിഞ്ഞ് പോയി. എന്ത് ചെയ്യും? ഇനി ഇത് നമുക്ക് എന്ത് പൊളിച്ചിട്ട് തിരിച്ച് വെക്കണം. അതായത് വെട്ടി സൈഡ് ഫുള്ള് ലൂസ് ചെയ്തിട്ട് അതേമാതിരി തിരിച്ചാൽ മതി. കാരണം അഡാപ്റ്റർ ഉള്ളതുകൊണ്ടേ ടൈമിലിട്ടാണ്ട് തിരിച്ചാൽ മതി നമുക്ക്. അപ്പോൾ അത് നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് കയ്യിൽ വന്നൊരു അബദ്ധമാണ് ആദ്യമായിട്ട് സംഭവിച്ചിട്ടോ. അത്ര കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം പൾട്ടി അടിച്ചിട്ടില്ല ഇതുവരെ. ഒറ്റ മെറ്റൽ ബോക്സ് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള അറിയില്ല. മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും യാദൃശ്യമായി സംഭവിച്ചു പോയതാണ്. അപ്പോൾ അത് നമ്മളെ തെറ്റാണ്, സമ്മതിച്ച്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ നിന്ന് വന്ന അബദ്ധമായതുകൊണ്ട് ഞങ്ങൾ വേഗം ശരിയാക്കുന്നുണ്ട്. ബാത്റൂമാണ്, അപ്പോൾ അത് ഒക്കെ റെഡിയാക്കിക്കോളാം. ഇതാ നമ്മൾ ഒക്കെ ടാഗ് ചെയ്തിട്ടാ. പിന്നെ ഇത് കിച്ചണിലാണ്. കിച്ചണിലത്തെ പിന്നെ പവർ പ്ലഗും മോട്ടറിൻ്റെ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീടിൻ്റെ വയർ പൈപ്പ് അടിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ താഴത്തൂടെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ച വയർ, അതായത് ഈ എർത്ത് വയർ നമുക്ക് കുറച്ച് ഷോർട്ട് വന്നു, ഒരു 2-3 മീറ്റർ. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം, ഒന്നുകിൽ അത് വാങ്ങുക, അല്ലെങ്കിൽ ഇതുപോലെ കളറ് മാറ്റുക. അത് ഞങ്ങൾ കളറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വയറിൻ്റെ കളറ് മാറ്റുന്ന രീതിയാണ് നമ്മളെ രീതിയാണിത്. അതായത് സ്ലീവ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് വയറാണ് കളറ് മാറ്റേണ്ടത് ആ കളറ് ടാപ്പ് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതായത് റോൾ ചെയ്ത് പോകാതെ നീളത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. പക്ക ക്ലിയർ ആക്കാം കേട്ടോ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. ആർക്കെങ്കിലും ഷോർട്ടേജ് വയർ വരികയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കളർ കോഡ് ഇട്ട് ചെയ്യുന്ന ആളുകൾ കളർ കോഡ് ഇട്ട് ചെയ്യണം കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കളർ കോഡ് തയ്യാതെ വരുമ്പോൾ ചെയ്യണൊരു മാർഗ്ഗമാണ് ഇത്. അപ്പോൾ ഇത് ആർക്കും സ്വീകരിക്കാം, പിന്നെ തള്ളിക്കളയാം. നമ്മൾ തള്ളിക്കളയാന്ന് പറയാൻ കാരണം ഇതിൽ വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈറ്റിംഗ് സ്ലീവൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് അതൊന്നും കിട്ടാതെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അപ്പോൾ ഇത് പക്ക വയറിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും. സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു എഡ്ജ് കാണുള്ളൂ. അതായത് അത് ഇൻസുലേഷൻ ചിറ്റിയതാണെന്നുള്ളത് മാത്രം മനസ്സിലാവുള്ളൂ. അല്ലാത്ത ഒരു നിലക്കും നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിറ്റിയ ടാപ്പ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യുക, നേരെ ചുറ്റുക. ഇതിപ്പോൾ മൊത്തത്തിൽ ചുറ്റണമെന്നില്ല, ഞങ്ങൾക്ക് ആകെ 3 മീറ്ററിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു വയറ് കളർ കോഡ് കമ്മിയാണ്. ഇതുണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ഒറിജിനൽ വയറാണ്, ഒന്നിപ്പോൾ ഞാൻ ചിറ്റിയതാണ് ഗ്രീന്. ഒറിജിനൽ വയർ തന്നെ ഒക്കെ ഒറിജിനൽ തന്നെയാണ്. കാരണം ഒറിജിനൽ കളർ കോഡിൽ വന്ന വയറാണ് ഒന്ന് നമ്മൾ കളർ മാറ്റിയ വയറാട്ടോ. അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു പ്രത്യേകത വല്ലാതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരിയൊന്നുമല്ല, ഇത് കറക്റ്റാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. ആർക്കെങ്കിലും അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ കോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ. അറിയാത്ത ആളുകൾ കേട്ടോ. അറിഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അറിയാത്ത ആളുകളൊന്നതിനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കളറുകളൊക്കെ മാറ്റണം. ഒരു സർക്യൂട്ടിനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ DBയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തും സ്വിച്ച് ബോർഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തും മാറ്റിയാൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫെറോൾ സോക്കറ്റ് ഇട്ടാണ് കേട്ടോ ഫുള്ള് ചെയ്യുക വർക്ക്. നമ്മളെല്ലാ വീടുകൾക്കും ചെയ്യുമ്പോഴും ബിൽഡിങ്ങിനായാലും വീടിനായാലും DB ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫെറോൾ സോക്കറ്റ് ഇട്ടേ ചെയ്യുള്ളൂ. അത് എഴുതി കൊടുക്കലുണ്ട്. കിട്ടാത്ത സ്ഥലത്ത് പിന്നെ വേറെ വഴിയില്ല മക്കളെ, അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഫുള്ള് ചെയ്യൽ, വയറിങ് ചെയ്യൽ. എങ്ങനെയായാലും ഒരു സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ആ ഒരു സ്വിച്ച് മാത്രം 2 വയറുണ്ട് ഊരുക, അത് മാറ്റുക, അതേമാതിരി തന്നെ കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേ ലിങ്ക് ഒന്നായിട്ട് ഇടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ചാൽ ഒരു സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നാൽ സ്വിച്ചിൻ്റെ ലിങ്ക് ഫുള്ളായിട്ട് ഊരാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. ഇങ്ങനെ ചെയ്താൽ മതി. LEസിൻ്റെ E² ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്വിച്ച് നിങ്ങൾ ഉപയോഗിച്ച ആളുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്കിതുവരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ബ്രേക്കറുകളൊക്കെ വെച്ചിട്ടുള്ളത് പോളിഗ്യാബ് തന്നെയാണ്. നമ്മൾ 670 മെറ്റൽ ബോക്സ് ഇവിടെ വെട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മളോട് ഉറപ്പിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് വെട്ടി വെച്ചാണ്, കൂടുതൽ ഒന്നും പൊളിക്കാതെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടോ. എത്ര എളുപ്പമല്ലേ, ഫുള്ള് പരിപാടി കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വയറ് ഡിവൈഡ് ചെയ്തിട്ടിടുക. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് DB ഡ്രസ്സിങ് ആണ്. DB ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വയറുകൾ മൊത്തം സ്ട്രൈറ്റ് ചെയ്യുക. അതായത് ന്യൂട്രൽ ഫേസ് ചേർത്ത് ഫുള്ള് വയറും നമ്മൾ സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഓരോരോ ആൾക്കാരെ പിടിച്ച് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ. അതായത് ഗ്രീൻ വയർ ഫസ്റ്റ് നമ്മൾ, അതായത് എർത്ത് വയറുമെല്ലാം തുടങ്ങണം കേട്ടോ. ഫസ്റ്റ് ആദ്യം മൂപ്പനെ പിടിച്ച് സെറ്റാക്കുക. മൂപ്പൻ തന്നെ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല, നമ്മൾ മെയിൻ എർത്താണ്. മെയിൻ എർത്തിന് ആദ്യം ഗ്രീൻ സ്ലീവൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി നേരെ എർത്ത് ബാറിൽ കണക്ട് ചെയ്യുക. ബാക്കി മക്കളെ മൊത്തം പിടിച്ചിട്ട് ശരിക്കും അതിന്മേൽ കണ്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ റെയില് മാറ്റി വെച്ചിരുന്നു, MCB റെയിലേ. അത് എന്താ വെച്ചാൽ നമ്മളെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഒക്കെ ഒരു വൃത്തി എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ DB ഡ്രസ്സിങ് ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂട്രലുകൾ ഡിവൈഡ് ചെയ്യുക. അതായത് ലൈറ്റ് ലോഡ് അതുപോലെ തന്നെ പവർ ലോഡ്. ലൈറ്റ് ലോഡിൽ ഒരിക്കലും പവർ ലോഡ് കയറ്റരുത്, പവർ ലോഡിൽ ഒരിക്കലും ലൈറ്റ് ലോഡും കയറ്റരുത്. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് RCCB ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ ഒരിക്കലും അത് നടക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ലൈറ്റ് ലോഡ് സെപ്പറേറ്റ്, പിന്നെ ന്യൂട്രൽ ലൈറ്റ് ലോഡ് സെപ്പറേറ്റ് ആക്കി വെക്കാൻ പറഞ്ഞത്, ലൈറ്റ് ലോഡിൻ്റെ ന്യൂട്രൽ. അങ്ങനെ ആകുമ്പോൾ ഭാവിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും RCCB അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് പിന്നെ പവർ പ്ലഗിൻ്റെ അല്ലെങ്കിൽ പവർ ലോഡിലേക്ക് ഒരു ന്യൂട്രൽ ലൈറ്റ് ലോഡിൻ്റെ പോയി കിടക്കട്ടെ ഇവിടെ അടുത്ത് തന്നെ എല്ലാം വിചാരിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സംഗതി നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരോ സർക്യൂട്ടുകളും ഇനി നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. കയറി പറ്റി കൂടിയുണ്ട്, ഓരോന്നോരോന്നുണ്ട് കയറട്ടെ. അങ്ങനെ വരട്ടെ. ഓരോരോ ആളുകളും നേരെ കയറി. ഇനിയിപ്പോൾ 4 ബ്രേക്കർ കൂടിയാണ് കൊടുക്കട്ടെ. 4ാമത്തെ നേരെ ലാച്ചറിലേക്ക്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. അതൊക്കെ പട്ടാളക്കാർ നിൽക്കുന്നതൊക്കെ ഫുള്ള് സെറ്റായി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചാർജ് ചെയ്ത് നോക്കണം. ചാർജ് ചെയ്ത് ചെക്കിങ് ഉറപ്പുവരുത്തി. ലൈന് വന്ന് ഓക്കെ, ഫേസ് വന്നിട്ടുണ്ട്. മെയിൻ ഓണാക്കി നമ്മൾ RCCB ഓണാക്കി ട്രിപ്പ് ചെയ്ത്. ഇനി നമ്മൾ പോയതിൻ്റെ ദിവസം മേലാൾക്ക് ചെയ്ത് ആരും ട്രിപ്പ് ചെയ്ത് കേട്ടോ. ടെസ്റ്റ് ബട്ടന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു കുട്ടികളത് ട്രിപ്പ് ചെയ്യൂല ഒരു വീട്ടിലും. എത്ര വീട്ടുകാരെ ട്രിപ്പ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ മാസത്തിലൊരിക്കൽ RCCB ട്രിപ്പ് ചെയ്യണ എത്ര ആൾക്കാരുണ്ട്? പറയാൻ കാരണം നമ്മൾ എല്ലാ ഇലക്ട്രീഷ്യന്മാരും പറഞ്ഞു കൊടുക്കലുണ്ട് ഓരോ വീട്ടിലും RCCB ട്രിപ്പ് ചെയ്യണതിൻ്റെ ഉപയോഗം. ഇപ്പോൾ ലാച്ചറിയിലെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ആദ്യം ലാച്ചറിയിലെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഇട്ടോളാം ലിങ്ക്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ലാച്ചറിലിൻ്റെ കണക്ഷൻ കേട്ടോ. അപ്പം DBയിൽ പിന്നെ ഫെറോൾ സോക്കറ്റ് ബാക്കി വന്നത് ഫുള്ള് സ്വിച്ച് ബോർഡിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ സ്വിച്ച് ബോർഡിനും കൂടിയും ഫെറോൾ സോക്കറ്റ് ഇടാനുള്ള തീരുമാനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി സെറ്റ് ആയിക്കോട്ടെ.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് RCCB ട്രിപ്പ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ 2-3 ദിവസം മുന്നേ ഒരു വീട്ടിൽ മെയിൻ്റനൻസിന് പോയപ്പോൾ യാദൃച്ഛികമായിട്ട് RCCB ഒന്ന് ട്രിപ്പ് ചെയ്ത് നോക്കി. യാദൃച്ഛികമല്ല, നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ട്രിപ്പ് ചെയ്ത് നോക്കൽ RCCB ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ട്രിപ്പ് ആവണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, ഇതെന്താ നിങ്ങൾ മാസത്തിലൊരിക്കൽ ട്രിപ്പ് ചെയ്യാൻ പറഞ്ഞതല്ലേ, എന്താ ചെയ്യലുണ്ടെന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, ഞങ്ങൾ ഇത് അന്ന് ചെയ്തതിന് ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല, ഞങ്ങൾ മറന്നു പോയതാണ്. നമ്മൾ സ്വിച്ച് ബോർഡുകളെ സ്വിച്ച് ഓണാക്കാനോ ഓഫാക്കാനോ മറക്കാത്തടത്തോളം കാലം അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ഇതൊന്ന് ഒരു മാസത്തിലൊരു തവണ ആ DB ബോക്സ് തുറന്നിട്ട് അതൊന്ന് ട്രിപ്പ് ചെയ്യാൻ ഒന്ന് നിന്നാൽ ഈ ഒരു പ്രശ്നം വരില്ല. കാരണം ആർക്കെങ്കിലും ഷോക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓഫാവില്ല. ഞങ്ങൾ വീട്ടിൽ RCCB ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഷോക്ക് അടിച്ചു, അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇലക്ട്രീഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ട്രിപ്പ് നമ്മൾ ടെസ്റ്റ് ബട്ടൺ അടിച്ച് ട്രിപ്പ് ഉറപ്പ് വരുത്താത്തോടത്തോളം കാലം അപകടം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളത് ഒരു മടിയും വിചാരിക്കാതെ മാസത്തിലൊരിക്കൽ ട്രിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. നമ്മളെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.